മാത കഴിഞ്ഞിട്ടേയുള്ളൂ രാജ്ഭവൻ എന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ബ്രിട്ടീഷുകാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഭരണഘടനയില്ലായിരുന്നു. സൈനികരോട് ഭാരത് മാത കീ ജയ് എന്ന് വിളിക്കരുതെന്ന് പറയുമോ? ത്രിവർണ്ണ പതാകയ്ക്ക് മുൻപ് ശിവാജിയുടെ ചിത്രമുള്ള പതാകയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ചൈനയ്ക്ക് സിന്ദാബാദ് വിളിച്ചത് ഭരണഘടനാ പ്രകാരമാണോ എന്നും ജോർജ് കുര്യൻ ചോദിച്ചു. ഭാരത് മാത കഴിഞ്ഞിട്ടേ ഉള്ളൂ രാജ്ഭവൻ, ഭാരത് മാത കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭരണാധികാരികളല്ല. ഭരണഘടന പറയുന്ന അനുസരിച്ച് ചൈനയ്ക്ക് സിന്ദാബാദ് വിളിക്കാൻ പറ്റില്ല. ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുതുന്ന ജവാന്മാരോട് നിങ്ങൾ പറയണം ഭാരത് മാത വേണ്ട എന്ന്. ത്രിവർണ്ണ പതാക ഉണ്ടാകുന്നതിന് മുമ്പ് ഏതായിരുന്നു ഇന്ത്യയുടെ കൊടി? കണ്ടിട്ടുണ്ടോ? ശിവാജിയുടെ പടം വരച്ചല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ശിവാജിയുടെ കയ്യിലിരിക്കുന്ന ഏതാണ്? ഏതെങ്കിലും എവിടെയെങ്കിലും ത്രിവർണ്ണ പതാകയ്ക്ക് മുമ്പ് ആ പതാകയല്ലാതെ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും? പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ, ഗ്രീക്ക് ദേവത നീതി ദേവതയാണെങ്കിൽ ഭാരതാംബയും ആകാം എന്നാണല്ലോ ഇപ്പോൾ ജോർജ് കുര്യൻ പറഞ്ഞു വെക്കുന്നത്. അഭിനീത, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 50 വർഷം പിന്നിട്ട ആ ഒരു സമയത്ത് പത്തനംതിട്ട BJP ജില്ലാ നേതൃത്വത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ജോർജ് കുര്യൻ. അതിനുശേഷം പത്തനംതിട്ട പ്രസ് ക്ലബിൽ ഒരു വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. ആ സമയത്താണ് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നടത്തിയത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ബ്രിട്ടീഷുകാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഭരണഘടന എന്ന് ഒന്ന് ഇല്ലായിരുന്നു. സൈനികരോട് കോൺഗ്രസുകാർക്ക് പറയാൻ കഴിയുമോ ഭാരത് മാത കി ജയ് എന്ന് വിളിക്കരുതെന്ന്? ത്രിവർണ്ണ പതാകയ്ക്ക് മുമ്പ് ശിവാജിയുടെ പടമുള്ള പതാകയായിരുന്നു. കോടതികളിലെ നീതി ദേവത ഗ്രീക്ക് ദേവതയാണെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറയുന്നു. ഭാരത് മാത കഴിഞ്ഞിട്ടേ ഉള്ളൂ രാജ്ഭവൻ എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം ശരി, ഭാരത് മാത കഴിഞ്ഞിട്ടേ ഉള്ളൂ രാജ്ഭവൻ എന്നതാണ് ജോർജ് കുര്യന്റെ പ്രതികരണമായി വരുന്നത്.